ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. കുട്ടിയമ്മ ആക്റ്റീവ് ആയി കഴിഞ്ഞപ്പം കിടന്നുകൊണ്ടുള്ള പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്. എത്തിയിരുന്ന കിടന്നുകൊണ്ടാണോ ചെല്ലുന്നേ പ്രാർത്ഥന? ഭൂമിയുടെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രൻ നമ്മുടെ ക്ഷീണമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഈശോമിശിഹായെ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനെ ഗർഭസ്ഥനായ കന്യാമറിയത്തിൽ പന്ത്യോസ് പീലാത്തോസിൻ്റെ കാലത്തെ പീഡകൾ സഹിച്ചു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു, പാതാളങ്ങളിറങ്ങി മരിച്ച ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു. കുട്ടികളുടെ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ വന്നാൽ മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ ആത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. കത്തോലിക്ക സഭയിലും പുണ്യമായ ശരീരത്തിലെ ഉയർപ്പിലും ജീവിതത്തിലും വിശ്വസിക്കുന്നു. ആമേൻ. തന്നെ ചെല്ലുവാണോ? വന്നില്ലേ എന്നതാ പ്രാർത്ഥന ചെല്ലാൻ? പ്രാർത്ഥനയല്ലാന്നേ, അത് ഇവിടെ വന്നിരുന്നാലും മതി. നമുക്ക് ഇവിടെ ഇരിക്കാം. ഇവിടെയല്ല നമ്മൾ എന്നും ഇരിക്കുന്ന, അതുകൊണ്ട് ഇങ്ങോട്ട് പോലെ. അമ്മ അവിടെ ഇരുന്നു, ഒന്നാമത് സൗകര്യം ഉണ്ടായിരിക്കാം. പിന്നെ അമ്മ അവിടെ ഇരിക്കുവാണെങ്കിൽ അവിടെ ഇരുന്നു, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. അമ്മയ്ക്ക് മേലെങ്കിൽ അവിടെ ഇരുന്നു. എന്നാലും പ്രാർത്ഥന എല്ലാം പറ്റുമോ? പിന്നെ രണ്ടു മൂന്ന് സ്ഥലത്തൊക്കെ ഇരിക്കുമ്പോ അമ്മ സെറ്റിൽ പോയിരുന്നു. അമ്മ ദിവാങ്കോട്ടയിലല്ലേ പോയി ഇരിക്കുന്നേ? കുഴപ്പമിരിക്കാം. നമുക്ക് ചെല്ലാൻ പറ്റുമോ? പിന്നെ എന്നാ ചെല്ലുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. പോയിട്ട് വാ. അത് സ്ഥിരം ഇടണം, ചെരുപ്പ് ഇട്ടോണ്ട് നടക്കണം. അത് സൂക്ഷിച്ചു നോക്കണ്ട കേട്ടോ. വേറെ മേടിക്കാം അതെട്ടോ. ചെരുപ്പേ അത് സ്ഥിരം വെച്ചോണ്ടിരുന്ന നമ്മള് പോകുമ്പോ ഒന്നും എടുത്തോണ്ട് പോയില്ല. അതുകൊണ്ട് അതൊക്കെ ഉപയോഗിച്ചോ. അതത്രേ ഉള്ളു. അതുകൊണ്ട് അമ്മ അത് ഇട്ടോ. പൊട്ടി പോകുമ്പോ നമുക്ക് വേറെ മേടിക്കാം കേട്ടാ. അത് വേഗം ഇട്ടോണ്ട് പോര്. വാ വാ. പിന്നെ നൊമ്പരൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. അതിനായിട്ട് നടന്നാലേ ഇന്ന്. പിന്നെ ഇന്ന് നമ്മൾ ഇട്ടുകൊണ്ട് ആശുപത്രിയിലൊക്കെ പോയതല്ലേ, പിന്നെ എന്നാ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അന്നേരം ഇപ്പം ഇച്ചിരി വേദനയൊക്കെ ഉണ്ടായിരുന്നു. ഈ പനിയുടെ കൊണ്ട് എല്ലാവർക്കും വേദനയുണ്ട്, അതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. പിന്നെ ആ വിരൽ പറഞ്ഞ ഇച്ചിരി മടങ്ങിയിരിക്കുന്നുണ്ട് നമ്മുടെ, അതാണ് കുഴപ്പം. മറുതിക്ക് ആ വിരലല്ല, ഇപ്പുറത്തെ വിരലാണ്. ഉണ്ടോ കണ്ടീഷനായില്ലേ? ഒരു കുഴപ്പമില്ല. എത്ര കൊന്തയത് എല്ലാം ചുറ്റിക്കൂടി കിടക്കുമെന്ന് തോന്നുന്നു. വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാൻ മനുഷ്യരുടെ വാർത്ത ഞങ്ങളുടെ വിടാനും കുരിശുമരണം മുഖേന ഏർപ്പിന്റെ മഹിമയെ പ്രായപ്പാൽ ഗ്രഹിക്കണമെന്ന് ഞങ്ങൾ കർത്താവായ വഴി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നന്ദിയിട്ട് ഭാവികളുമായി ഞങ്ങൾ സിംഹപ്രധാന സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങ് അനന്തമായ ദൈവമേ ശരണപ്പെട്ടുള്ള വസ്തുതയും മാതാവിന്റെ സ്തുതിക്കായി ജമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഈ അർപ്പണ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണം. വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവാസിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായെ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായ കന്യകാമറിയത്തിൽ പിറന്നു
പന്തിയസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് സ്ഥലക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മരിച്ചിടയിൽ മൂന്നാം നാൾ ഉയർത്ത് സുഖത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്ന അവിടെ നിന്ന് മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഏർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞോ? പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞു. കുറച്ചേ ഇല്ലയുള്ളൂ. അതിനാ അങ്ങനെ ബാക്കി ചെല്ലാഞ്ഞേ മുഴുവൻ ചെല്ലാഞ്ഞേ എന്നാ മുഴുവൻ ചെല്ലാഞ്ഞ എന്നാന്ന് മുഴുവനുമേ ചെല്ലാഞ്ഞത് എന്നാന്ന് സമയമില്ലായിരുന്നോ? പ്രാർത്ഥനയ്ക്ക് പോണോ? ആർക്ക്? പള്ളിയിലേക്ക്. ആർക്കാ? ഈശോയോടൊക്കെ പോയി പ്രാർത്ഥിക്കണം. ആർക്കാന്ന് വല്ലതും പറയാം. ഇരുട്ടല്ലേ, ഇപ്പൊ സന്ധ്യയായില്ലേ? അത് പോയി പ്രാർത്ഥിച്ചെന്നില്ല അതിനോട് വളങ്ങിട്ടോ. സമയം 9 മണിയായില്ലേ? 9 മണിയാവുമോ സമയം? ഇപ്പൊ പിന്നെ പള്ളി പോകാൻ പറ്റുമോ? ആ പേപ്പർ ഈ പെണ്ണ് എഴുതുന്നതാന്നേ. അത് ഈ പെണ്ണ് പഠിക്കാനായിട്ട് ഇരിക്കുന്നതല്ലേ, എഴുത്തും കുത്തും. എന്നാ അവിടെ ഒരു ഒച്ച. ഇനി കഞ്ഞി കുടിക്കുമല്ലേ? കഞ്ഞി കുടിക്കുമല്ലേ? കഞ്ഞി കുടിക്കുമല്ലേ എന്നിനി? അറിയത്തില്ല. അതിനാ കുടിക്കാൻ പറ്റുമോ? ആ തരാതിരിക്കുവോ? തരാൻ പറഞ്ഞു ചെന്നാൽ തന്നില്ലെങ്കിൽ പിന്നെ തരൂന്ന പറയാൻ പറ്റിയ. എന്നാ ചോദിച്ചു നോക്കിയേ, കഞ്ഞി തരാൻ പറ. കഞ്ഞി താടിന്ന് പറ. തന്നില്ല കഴിക്കല്ലേ? അമ്മ എടുത്ത് കഴിക്കണം. അടുക്കള പോയി എടുത്ത് കഴിച്ച ആരെങ്കിലും കയ്യെ പിടിക്കുവോ? അടുക്കള പോയേ എടുത്ത് കഴിച്ച ആരും കയ്യേലൊന്നും കയറി പിടിക്കുകയല്ലോ. അമ്മമാർക്ക് ഇഷ്ടപ്പെടും. അമ്മമാർക്ക് ഇഷ്ടപ്പെടിയല്ലേ? ഓ അങ്ങനെയൊക്കെ ഉണ്ടോ? ആണോ? ആ എനിക്കറിയത്തില്ല കേട്ടോ. ആ അങ്ങനെയാണല്ലേ? പക്ഷെ അത് അമ്മമാരെ നിന്റെ കാര്യമല്ല പറഞ്ഞത്. ഏത് കാര്യത്തിലായാലും ഉണ്ടല്ലോ, എന്തിനാ മറ്റുള്ളവരുടെ വായിരിക്കുന്നത് കേൾക്കുന്നത്? ഇത് കേൾക്കേണ്ട കാര്യമുണ്ടോ? അമ്മ ഇരുന്ന് ഓരോന്നിരുന്ന് പറയും, അത് അനുസരിച്ച് കമന്റ് ഇങ്ങോട്ട് വരും. അത് അറിയത്തില്ലാത്തവര് പറയുന്നത് സ്ഥിരമായിട്ട് വിഷമം ഉണ്ടാക്കുന്നുണ്ട് ചില കമന്റ്സ് ഒക്കെ വായിച്ചു കഴിയുമ്പോ. അങ്ങനെയൊക്കെ പറയുമല്ലേ അമ്മേ? ബഹുജനം പലവിധം. ഈ ബഹുജനം പലവിധം അല്ലേ അമ്മേ? അമ്മയുടെ കാലത്തെ കാര്യം അമ്മ പറഞ്ഞത്. അമ്മായിമ്മ കഞ്ഞി എടുത്ത് കൊടുക്കലത്തെ കാര്യം അമ്മ പറഞ്ഞത്. പക്ഷെ അമ്മ എല്ലാവരോടും എടുത്ത് കഴിച്ചോളാനാണ് പറഞ്ഞിട്ടുള്ളൂ അല്ലേ? എലിക്കുട്ടിയമ്മ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? എല്ലാവരോടും എടുത്ത് കഴിച്ചോളാനാണ് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ വിളമ്പി തരുന്ന പരിപാടിയൊന്നും നമ്മൾ ഒന്നാമത് അടുക്കള പണിത് പഠിച്ചിരിക്കുമായിരുന്നു. അതിനിടയ്ക്ക് വിളമ്പി തരാൻ സമയമുണ്ടോ? ഞങ്ങളെല്ലാം എടുത്ത് കഴിച്ച് പാത്രം കഴുകി വെച്ചിട്ട് പൊക്കോട്ടിരുന്നവരാ. എലിക്കുട്ടിയമ്മയുടെ ബുദ്ധിമുട്ട് അറിയായിരുന്നു. അതുകൊണ്ട് എലിക്കുട്ടിയമ്മ അതുകൊണ്ട് എലിക്കുട്ടിയമ്മ അതുകൊണ്ട് അക്കാര്യത്തിൽ. പക്ഷെ എലിക്കുട്ടിയമ്മയുടെ കാലത്ത് അങ്ങനെയായിരുന്നു. എലിക്കുട്ടിയമ്മയുടെ അമ്മായിയമ്മ എടുത്ത് തന്നെങ്കിലേ കഴിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അതൊരു കാലം. ആ കാലമൊക്കെ മാറിപ്പോയി ഇപ്പം കേട്ടോ. ആ ഇപ്പം ചോദിച്ച് മേടിച്ച് കഴിക്കാം, അല്ലെ എടുത്ത് കഴിക്കാം, ആരും ചോദിക്കാനില്ല. ഇപ്പൊ ഞാൻ ചില സമയങ്ങളിൽ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ കുടുംബത്ത് നിൽക്കാതെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കാതെ വേറെ ഒരു വീട് വെച്ച് അവനവന്റെ കാര്യം നോക്കി പോകുമായിരുന്നെങ്കിൽ നമുക്കൊന്നും അറിയേണ്ട ഒരു കാര്യമില്ലായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഇട്ടറിച്ച് മാതാപിതാക്കന്മാരെ ഉപേക്ഷിച്ചിട്ട് പോയാൽ അവരുടെ അവസ്ഥ എന്താവും? ചില വീട് വഴിയൊക്കെ ഉണ്ട് ഇങ്ങനെ. ഇവിടുത്തെ കാര്യം ആരും പറഞ്ഞേക്കല്ലേ കേട്ടോ. ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാവരും കണ്ടതാ, ഇവിടെ പറയണ്ട. ഇതിങ്ങനെ പൊതുവിലെ ഉള്ള ഒരു കാര്യമാണ്. പിന്നെ വേറെ കാര്യം പറയാനുണ്ട്. ഈ ആദ്യകാലത്ത് നമ്മൾ വീഡിയോ ഇട്ട സമയത്തേ ഒരു ആൾ പറഞ്ഞായിരുന്നു അവർക്ക് കാരണന്മാരുണ്ട്, അവരെ നോക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവർ സാമ്പത്തികപരമായിട്ട് അവർ പുറകിലാണ്. അപ്പം അവർ പണിക്ക് പോകണം.
അവർ പണിക്ക് പോയാൽ മാത്രമേ ഉള്ളൂ, ജോലി ചെയ്തുകൊണ്ട് വന്നാൽ കൂലിപ്പണിക്കാരാണ്. അപ്പോൾ ആ കൂലി ചെയ്തുകൊണ്ട് വന്ന പൈസ കൊണ്ടാണ് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കാരണവന്മാർ എപ്പോഴും അവർക്ക് ശ്രദ്ധിച്ച് നോക്കാൻ പറ്റിയെന്ന് വരികയില്ല. പണിക്ക് പോകാതിരിക്കാൻ പറ്റിയല്ലോ. പണിക്ക് പോയെങ്കിൽ മാത്രമേ അല്ലേ ഉള്ളൂ കൂലി കിട്ടത്തുള്ളൂ. കൂലി കിട്ടിയാലേ കുടുംബം കഴിയുള്ളൂ. അപ്പം അങ്ങനെ ഒരു കമൻറ്റ് വന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് ഇതിനകത്ത്. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. കാരണവന്മാരെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊണ്ട് നോക്കാൻ പറ്റാത്ത മക്കളും ഉണ്ട്. കാര്യം പറഞ്ഞാൽ കാരണവന്മാരുടെ സ്നേഹക്കുറവുണ്ടൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം, രണ്ടുപേരും കൂലിക്ക് പണിക്ക് പോയാലേ ഉള്ളൂ കുടുംബം കഴിയുള്ളൂ, പിള്ളേരെ നോക്കണം, അപ്പോൾ ഇവരെ നോക്കണം. അപ്പോൾ അതുകൊണ്ട് കുറ്റമറ്റ രീതിയിൽ നോക്കാൻ സാധിക്കാത്ത മക്കളും ഉണ്ട്. അത് നമ്മുടെ ഒരു സമൂഹത്തിലെ ഒരു അവസ്ഥയാണ്. നാളെ മൂത്രം എടുത്തുകൊണ്ട് പോകണം. മൂത്രം എടുത്ത് തന്നെ കേട്ടോ. നാളെ മൂത്രം എടുത്ത് തന്നെ. ആ അമ്മ മൂത്രം എടുത്ത് തന്നെ കുപ്പിക്കകത്ത് നമുക്ക് പരിശോധിക്കാൻ കൊടുക്കാനുള്ളതാ. ആ പശുവിന് കൊടുക്കാനാണോ മൂത്രം? ആശുപത്രി കൊണ്ട് പരിശോധിക്കാൻ. മൃഗങ്ങൾക്ക് കൊടുക്കാനല്ലെന്നേ, അമ്മയുടെ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് അറിയാനായിട്ട് മൂത്രം നമ്മൾ മലമൂത്രമൊക്കെ പരിശോധിക്കുകയല്ലേ, അതുപോലെ പരിശോധിക്കണം. ഇന്ന് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് വന്നില്ലേ, അപ്പോൾ ഡോക്ടർ എടുക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ രാവിലെ അമ്മ മൊത്തം മുള്ളി തീർന്നുകൊണ്ട് അവിടെ ചെന്നിട്ട് അമ്മ മുള്ളി തന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ നാളെ എടുത്തുകൊണ്ട് ചെല്ലാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മൂത്രം എടുത്ത് തന്നെ കേട്ടോ. അപ്പോൾ എടുത്ത് നമുക്ക് പരിശോധിച്ചിട്ട് ഇനി എന്തെങ്കിലും കുഴപ്പം കൂടെ ഉണ്ടോ നോക്കണം. അതിനു വേണ്ടി പറഞ്ഞു കേട്ടോ. അമ്മ രാവിലെ മൊത്തം മുള്ളി തീർത്തു. ഈ പെണ്ണിന്റെ പുസ്തകം മുഴുവൻ ഈ മേശപ്പുറത്താ. അതാമ്മ ചോദിച്ചാ പേപ്പർ കാണിക്കുന്നത് എന്ത് വന്നാലും ഇങ്ങനെയാ. ഇതിന് അമ്മയ്ക്ക് വല്ലതും പറയാനുണ്ടോ ഇതിനോട്? ഞാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല. എല്ലാം പറയാനുണ്ടോ? എലിക്കുട്ടിയമ്മയ്ക്കും വല്ലോ ഇതിനോട് പറയാനുണ്ടോ? എലിക്കുട്ടിയമ്മ സൈഡാ. ഒന്നും ഞാൻ പറയാത്ത 2 ദിവസമല്ലേ ഇരിക്കുള്ളൂ. അങ്ങനെയൊക്കെ എന്നോട് കഴിഞ്ഞ ദിവസം ഏതാണ്ടൊക്കെ പറഞ്ഞു. ഞാൻ എന്റെ കുട്ടി അങ്ങനെ പറഞ്ഞു കൊടുത്തു, ഒന്ന് ഉപദേശിക്കാൻ പറഞ്ഞപ്പോ അവളൊന്നും ചെയ്തില്ലല്ലോ, അവളൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ. ഇതിനോട് ഈ പുസ്തകമൊക്കെ ഇവിടെ നിന്ന് എടുത്തു മാറ്റാൻ പറ. ഇത് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണെന്ന് പറ. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അതൊക്കെ എടുത്ത് മാറ്റി വെക്കാൻ പറ. അത് വെക്കേണ്ട സ്ഥലത്ത് കൊണ്ട് വെക്കാൻ പറ പുസ്തകമൊക്കെ. ഒന്ന് പറഞ്ഞേ, അവളോടൊന്ന് പറഞ്ഞു കൊടുത്തേ. കേട്ടോ, എനിക്കറിയാതെ പറയാൻ. എനിക്കറിയാൻ പറയാൻ കേട്ടോ ഒന്ന് മനസ്സിലായോ? അവള് എവിടുന്ന തലയാട്ടുന്നുണ്ട്. തലയിട്ട് കുലുക്കുന്നുണ്ട്. ആന ചെവി ആട്ടെന്ന് പറഞ്ഞ പോലെ നാട്ടിൽ കേൾക്കുക. എന്നാ അപ്പോൾ ചെല്ലി കഞ്ഞി കുടിച്ചോ പോയി എൻ്റെ അടുത്ത് വെച്ച്. അതിനകത്താ മേശയില ഇതല്ലേ. ഞാൻ മീൻ മറിച്ചിടാൻ പോയതാ. ഒന്ന് വേ കഴിക്ക്. സമയം പോയി, ഇന്ന് സമയം പോയി. കഞ്ഞി കഞ്ഞി അത്താഴം കഴിക്കാൻ എടുത്തു വെച്ചിരിക്കുന്നു. ഒരു മരുന്നുണ്ട് കഴിക്കാൻ ഏൽക്കുട്ടിയമ്മയ്ക്ക്. എല്ലാരും കഴിക്കാൻ. ഇപ്പൊ എല്ലാ സമയം ഇത് കുളിച്ചിട്ടില്ല. ഒരെണ്ണം കുളിക്കാൻ പോയിരിക്കുന്നു. എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. ഇത് ഇപ്പോഴൊന്നും കഴിക്കില്ല. 12 മണിക്ക് 1 മണിക്കൊക്കെ കഴിക്കുള്ളൂ. പിന്നെ ആരുണ്ട് ഇപ്പം കഴിക്കാൻ? എലിക്കുട്ടിയമ്മ മാത്രമുണ്ട്. കഴിച്ചു. ഇല്ല, കഞ്ഞി വേണം. വന്നിരിക്കും. മീൻ കരിഞ്ഞു പോകും. മരുന്ന് കഴിക്കാനുണ്ട്. വാ, നോക്ക്. മരുന്ന് കഴിക്കാനുണ്ട്. വാ. സ്പൂണ് വേണോ? അതോ കഴിക്കുവാണോ? സ്പൂണ് വേണോ? ഒത്തിരി ഒന്നുമില്ല, ഇച്ചിരിയേ ഉള്ളൂ, ശകലേ ഉള്ളൂ. പാത്രത്തിൽ പരന്നിരിക്കുന്നതുകൊണ്ട് തോന്നണ ഒത്തിരി ഉള്ളതായിട്ട്. കഴിച്ചോ. അവിടെ നിന്ന് ഇരുന്ന് കഴിക്ക്. എവിടെ ഇരുന്ന് കഴിക്ക്. കസേരയിൽ ഇരുന്ന് കഴിക്കാനേ. സമയം പോവാ. വേഗം കഴിച്ചോ. വിവാനും കൂടെ ഞാൻ ചോറ് കൊണ്ടുവന്നേ. വിവാൻ കുളിച്ചിറങ്ങി. ഇനി പോയി കുളിക്കടി. അത് വെള്ളാമേ. അമ്മ പോയിരുന്ന് അമ്മ കഴിച്ചോ. അമ്മ അതാ പെണ്ണിന്റെ പേന വയ്ക്കാന്നേ. അമ്മ പോയി കൈ കഴുകിയിട്ട് വാ.
അതൊന്നും അമ്മ എടുക്കണ്ട, അവിടെ വെച്ചേര്. പോയി കഴുകിയിട്ട് വാ. ഇവിടെ പോയിന്ന് കഴിക്കേ, കഴിക്കാനേ അമ്മയ്ക്ക് കഴിക്കാൻ വെച്ചാൽ അമ്മയ്ക്ക് കഴിക്കാൻ വെച്ചിരിക്കുന്നതല്ലേ. കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലല്ല, എലിക്കുട്ടിക്ക് വെച്ചിരിക്കുന്ന. പോയിരുന്ന് കഴിക്കേ, അവിടെ പോയിരുന്ന് കഴിക്കേ. അത് എലിക്കുട്ടിക്ക് വെച്ചിരിക്കുന്ന, എലിക്കുട്ടിക്ക് വെച്ചിരിക്കുന്നതാന്നേ എന്നാണ് കഞ്ഞി. ഇതിന് അവിടെ പോയിരിക്കുന്നേ. കഴിക്കുന്നില്ലേ? ബാ, സമയം പോയി. ബാ, വന്ന് കഴിക്ക്. ബാണ്ട, അവനും കഴിക്കാൻ വന്നിട്ടുണ്ട്. എന്നാണ് എന്നാ കറിയൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ പറ്റിയില്ല, കറിക്ക് കൂട്ടണം. ഉണ്ട്, അവൻ തിന്നിട്ട് ഏറ്റു പോയി. എലിക്കുട്ടിയമ്മ അവിടെ ഇരിക്കുക വന്നിട്ട്. എലിക്കുട്ടിയമ്മ വന്നിട്ട് ഇരിക്കുക, അവൻ തിന്നിട്ട് പോയെന്ന്. വിവാൻ കഴിച്ചിട്ട് പോയി. വിവാൻ ഭക്ഷണം കഴിച്ചിട്ട് ഏറ്റു പോയെന്ന്. കഞ്ഞി കുടിച്ചിട്ട് പോയില്ലേ, കണ്ടില്ലേ? കഴിക്കേ. കഴിക്ക് പോരി കഴിക്ക്. പിന്നെ കഞ്ഞി വേണം. അവൻ കുടിച്ചിട്ടല്ല പോയെ, അവൻ കുടിച്ചിട്ടാ പോയേ. പിന്നെ അവൻ്റെ വയറ് നിറഞ്ഞ്, അവൻ്റെ വയറ് നിറഞ്ഞിട്ടാന്നേ പോയേ. എലിക്കുട്ടിയമ്മ കുടിച്ചേ പെട്ടെന്ന്. അവക്ക് ഇത് കൊത്തല്ലേ പണി. മരുന്നൊക്കെ കഴിച്ച് എലിക്കുട്ടിയമ്മ കുത്തിയിരിക്കുകയാണ്. എല്ലാം അധികം കഞ്ഞി കുടിച്ചില്ല, കുറച്ചേ കുടിച്ചുള്ളൂ. ഇല്ലില്ല, സമയമായില്ലല്ലോ. 9 മണി. ഇപ്പം നമ്മൾ പണിയുള്ള പോലെയൊക്കെ പോകുള്ളൂ. ഇപ്പം പണിയൊക്കെ കുറവുള്ള സമയമല്ലേ. 9-10 മണിയൊക്കെ ഇട്ട് പോയത്. ഒരു വീഡിയോയ്ക്കകത്ത് അമ്മ പോയി പത്രം പെറുക്കുന്നുണ്ടായിരുന്നു. അത് പണ്ടത്തെ. ഇപ്പം പെറുക്കുന്നില്ല. ഇല്ലില്ല, ഇപ്പൊ ഒന്നും പോയില്ല. അതുകൊണ്ട് ഞാൻ വന്നപ്പം അത് നിലത്ത് കിടക്കുന്നുണ്ട്. അതെ, പനിയായിരുന്നു ഒരാഴ്ച മിച്ചായിട്ട്. അപ്പൊ ഇന്നതേ ഇപ്പം എല്ലാം മൂത്രം ഒഴിച്ചു, മൊത്തം കുളിച്ചു, എല്ലാം ഒന്ന് മാറ്റിച്ച് ഇപ്പം കിടത്തിയതേ ഉള്ളൂ. പ്ലാസ്റ്റിക് പനിയുടെ സടാഷം കാരണം നേരത്തെ കിടന്ന സമയത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എണീറ്റ് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പം പനിയുടെ അതിൽ അങ്ങോട്ട് ആയിപ്പോയതാന്ന് തോന്നുന്നു. തന്നെ ബുദ്ധിമുട്ടാണ്. അത് ഇപ്പോഴത്തെ പനി വന്ന പടാതെ. എനിക്കും അമ്മയ്ക്ക് ഒരുമിച്ചാ പനി വന്നത്. കൊച്ചിനും മതി, എനിക്ക് മാത്രമേ വരാതെ ഉള്ളൂ. എനിക്ക് വന്നിട്ട് പറഞ്ഞ പോലെ ആയിരുന്നു. അമ്മ ഇങ്ങോട്ട് വരികയല്ലോ, നമുക്ക് അങ്ങ് പോയാലോ. വിളിച്ചു നോക്കി. കണ്ടില്ലേ, അച്ഛനെ കണ്ടില്ലേ, കണ്ടോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിടുക്കിയായിട്ടാണല്ലോ ഇരിക്കുന്നത്. ഇവര് പറഞ്ഞ പനിയാന്ന്. പനിയൊക്കെ പോയല്ലേ? ഇങ്ങോട്ട് കിടക്കണോ? നമ്മള് അടുക്കളക്കാരത്തിൽ എപ്പോഴും കയറി ഇറങ്ങുകയും ചെയ്യുന്ന ആവശ്യം. ധാരാ കൂട്ടി കിടക്കുന്ന ആണോ? എന്നാ ഉണ്ട് വിശേഷം? ഞാൻ എന്നെ തിരിച്ചറിഞ്ഞോ, മനസ്സിലായോ? കൊണ്ടുക്കാലായില്ല. ആ, കൊച്ചു പെണ്ണിനെ പോലെയാണല്ലോ തലമുടി വെട്ടിയിരിക്കുന്നത്. ആരാ വെട്ടി തന്നെ? ആരാ? ജോമോളാണോ തലമുടി വെട്ടിയത്? അതോ ജോമോന്റെ മകളാണോ? മകളുടെ പേരിന് വിവീനയാണോ വെട്ടിയത്? ആരാ വെട്ടിയത് തലമുടി? അറിയത്തില്ലേ? ഓർക്കണില്ല. ചോമി പോയോ? ടോമി ഇപ്പൊ എവിടെയാ?
ഇവിടെ കണ്ടില്ല. നേരത്തെ കണ്ടില്ല. ജോമി ഇപ്പൊ എവിടെയാ? എനിക്കറിയത്തില്ല. ഓസ്ട്രേലിയയില്. ആയിരിക്കും. ആ, മെൽബണില്. ഞാൻ ഇവിടെ വന്നപ്പോ ജോമിയെ കാണണമെന്ന് ഓർത്തിരുന്നതാ, കാണാൻ പറ്റിയില്ല. പോകുന്നതിന്റെ അന്ന് ആയിപ്പോയുണ്ട്. ഇല്ല, പോകുന്നതിന്റെ അന്നും ആയിപ്പോയില്ലേ? ഒരു ദിവസം മുമ്പേ ഞാൻ അറിഞ്ഞില്ല എന്നാ പോകുന്നേ. ആണല്ലേ? ഞാനിരുന്നെങ്കിൽ അതിന് മുമ്പ് ഞാൻ ഇവിടെ ഒന്ന് ഇച്ചിരി ഒന്ന് കയറി ഇറങ്ങി. ഞാൻ ഓർത്ത് കുറച്ച് ദിവസം കൂടെ ഉണ്ടെന്നാ ഓർത്തത്. അവനോട് പറഞ്ഞായിരുന്നു, ഞാനൊന്നും ഓർത്തില്ല. ഇത് ഈയിടെ കൊണ്ട് വെച്ചാണോ? അല്ലല്ല, ആ കുരിശൊക്കെ അതൊക്കെ നേരത്തെ ഉള്ള നല്ല ശേലാണല്ലോ. നേരത്തെ വെച്ചിരിക്കുന്നത്. നേരത്തെ ഉള്ളതാണോ? ചാച്ചൻ കാലത്തൊക്കെ ഉള്ളതാണോ? ആ, അന്ന് ആ സമയത്തുള്ളതെന്ന് തോന്നുന്നു. ഈ ഫോട്ടോ ഒക്കെ നേരല്ല. എന്നിട്ട് ആ ഭിത്തിയും അതിനുവേണ്ടി തന്നെ വെച്ച് ഉണ്ടാക്കിയതാണോ? അല്ലല്ല, അത് അലമാരയുടെ വേണേ കഴിഞ്ഞ പ്രാവശ്യം അഞ്ഞോട്ട് കയറാത്തോണ്ട് കാണാൻ അവിടെയല്ലേ ഇരുന്നേ. പനി വന്നിട്ട് അങ്ങ് പറയാത്തോണ്ട്. പനിയായിട്ടും ഫാൻ എടുത്താൽ കുഴപ്പമില്ല. അതൊന്നും കുഴപ്പമില്ല. പക്ഷെ തണുപ്പ് ഒത്തിരി ആതിരുന്നാ മതി. മുഖമൊക്കെ അങ്ങ് ചുങ്ങിപ്പോയില്ലേ? ഉണർവും വർത്തമാനത്തിനൊക്കെ. അതിപ്പോ ഇത് പനി വന്ന രക്ഷയില്ലെന്നേ. നമുക്ക് ഒന്നും ഇല്ലാത്ത കണ്ടീഷനാ. അനിയത്തിയുടെ മകള് റെജീം ജോസായും ഒക്കെ ഇവിടെ വന്നപ്പം കണ്ടോ? ചതുരത്തോട്ടത്തിലെ റെജീം ഇവിടെ വന്നപ്പം കണ്ടായിരുന്നോ? കണ്ടില്ലല്ലേ? കണ്ടാ. അവളിവിടെ വന്നായിരുന്നു. വന്നായിരുന്നു. കുറച്ച് ഞാൻ വരുന്നതിന് മുമ്പ് ഡിസംബറിലാവും. ഡിസംബറിൽ ഡിസംബറിൽ വന്നായിരുന്നു. അപ്പൊ ഞാനും കൂടി ഇല്ലാത്ത സമയത്താണ് വന്നത്. ശരി. പിന്നെ ചേട്ടായിൻ്റെയൊക്കെ അവിടെ പോയി ഞങ്ങൾ കാണുക ചെയ്ത്. ഇവര് ഇവിടെ ഇല്ലാത്ത സമയത്ത് ഇവിടെ വന്നതുകൊണ്ടേ അവിടെ പോയി ഞങ്ങൾ അവരെ കാണുക ചെയ്ത്. ബസ്സോടെ അങ്ങ് പോയത്. പിന്നെ വേറെ വിശേഷങ്ങൾ എന്നാ ഉണ്ട്? രാവിലെ കാപ്പി കുടിച്ചോ? എഴുന്നേറ്റ് വരുന്നേ ഉള്ളല്ലേ? മകൻ ഇവിടെ ഉണ്ട്. അവന്റെ പേര് സാബുവാ. സാബു. അല്ല, അത് നിന്റെ ചേട്ടനല്ലേ? അല്ല, നിന്റെ മകൻ. അവൻ പോയി, രാവിലെ പോയി. എങ്ങോട്ട് പോയി? അവൻ കോളേജിൽ പോയി. എന്നാ പഠിക്കുന്നത്? അവൻ എഞ്ചിനീയറിംഗ് പഠിക്കുമല്ലേ? തീർന്നു? ഇല്ലേ, തുടങ്ങിയതല്ലേ ഉള്ളൂ. എവിടെയാ? പാലാ. വെളുപ്പിനെ 6:30 പോണം. ചൂണ്ടശ്ശേരി. ബസ് അവിടുന്ന് പോവില്ലെന്നേ. ഇപ്പൊ തേർഡ് ഇയർ ആണോ? ഇത് ഫസ്റ്റ് തീർന്നില്ല. ഫസ്റ്റ് കഴിഞ്ഞ് സെക്കൻഡ് സെമസ്റ്റർ തുടങ്ങിയിരിക്കുന്നു. അത് ഫസ്റ്റ് ഇയറിലെ വിവാൻ എന്നതാ പഠിക്കുന്നത്? വിവാനെ, ജോമോന്റെ മകൻ വിവാൻ എന്നതാ പഠിക്കുന്നത്? എഞ്ചിനീയറിംഗ്. ഉന്മേഷമില്ല, അല്ലെങ്കിൽ ഒത്തിരി വർത്താനം പറഞ്ഞാൽ. പനിയുടെ അതുകൊണ്ടാ ഭയങ്കര മടുപ്പാ. പനിയും കുറച്ച് വരുന്നത്. ഇപ്പോഴത്തെ പനി വന്നു കഴിഞ്ഞാൽ മാറാൻ പാടാണ്. പനിയുടെ ക്ഷീണമാണ്. മരുന്നുണ്ട്. ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു. ഉറക്കം വരുന്നുണ്ടോ? ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി? കുറവില്ലങ്ങാട്ട് നമ്മുടെ വിൻസെന്റിലെ അടുത്ത ഡോക്ടർ കുഴപ്പമില്ല. ഇപ്പം കൊണ്ട് മരുന്ന് ഒന്നും കൂടെ ട്രിപ്പ് കൂടെ മേടിച്ചു. ഈ പനി വന്നാൽ പ്രത്യേകിച്ച് റെസ്റ്റ് എടുക്കുക, വെള്ളം കുടിക്കുക, ഇതൊക്കെ ഉള്ളൂ. വേറെ പ്രത്യേക ഇതൊന്നുമില്ല. ഞാൻ കുടിച്ചു കേട്ടോ. മഠത്തിലാ കുർബാനയില്ല. ഉണ്ടാക്കിയിട്ടുണ്ടോ നീ പോലും? മകളിപ്പോ എവിടെയാ? മകള് പരുമല നഴ്സിംഗിന് പഠിക്കുക. ഇവിടെ വന്നിട്ടുണ്ടോ അവധിക്ക്? കിടന്ന് ഉറങ്ങുക, എണീറ്റില്ല. വീട്ടിൽ വരുമ്പോഴല്ലേ ഒന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. പരുമല നഴ്സിംഗിനോ? എത്രാമത്തെ വർഷം? 3-ാം വർഷം. ചൂടുണ്ടോ? കുഴപ്പമില്ല. അമ്മ ആങ്ങള അച്ഛൻ വന്നായിരുന്നു. പേരിന് ജോജോ. അത് ആങ്ങളയല്ലേ? പിന്നെ ഒരാള് ചുറ്റപ്പന്റെ അതുകൊണ്ടായിരുന്നു. പുത്തൻ കുർബാനയ്ക്ക് ഉണ്ടായിരുന്നല്ലോ. പുള്ളി അത് ചിറ്റപ്പന്റെ മകനോ? ചിറ്റപ്പന്റെ മകൻ. ചിറ്റപ്പനല്ലേ? ജോജച്ചപ്പ എവിടെയാ? മീറത്തിലാ. മീററ്റ് രൂപതയ്ക്ക് വേണ്ടിട്ടാ. ഉത്തർപ്രദേശില്. അവിടെയൊക്കെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളല്ലേ? പുള്ളിച്ചു പോകുന്നു. കുഴപ്പമില്ല. പിന്നെ അവിടെ അച്ഛന്മാരായാലും ഇപ്പം പ്രായമായിട്ടൊക്കെ
കുറെ പേരുണ്ട്. പിന്നെ പുതിയതൊന്നും അധികം വരുന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇവർക്ക് ഒത്തിരി ജോലിഭാരമുണ്ട്. അവരുടെ സ്ഥാപനങ്ങളും കാര്യങ്ങളും പള്ളി വഴിയൊക്കെ ആയാലും. അച്ഛനെവിടെയാ, പള്ളിയിലാണോ? അച്ഛൻ ഇടവകയുണ്ട്, പിന്നെ സ്കൂളിന്റെ കാര്യം മാനേജറായിട്ടും ഒക്കെ ആയിട്ട്. ചെറിയ ചെറിയ സ്കൂളുകളാണേ അവിടെ ഈ ഹിന്ദി മീഡിയം. ഹിന്ദി മീഡിയമാണോ? ജോബി അച്ഛൻ്റെ അതെ, വർഷം എനിക്ക് 13 വർഷം ആയെന്ന് എനിക്ക് വർഷം ഞാൻ ഓർക്കുന്നില്ല. 15 ഈ കഴിഞ്ഞ ആദ്യം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴാണ് ലീനസിന്റെ പട്ടം നേരം പുള്ളി വീട്ടിൽ വന്നതിന് എന്നെ വിളിച്ചു. ലീനസിന്റെ പട്ടം ഇവിടെയായിരുന്നല്ലോ, നമ്മുടെ പള്ളിയിലായിരുന്നല്ലോ. മറ്റേ പുള്ളിയില് മെറിറ്റിലായിരുന്നു. ഇവിടെ നടത്താൻ അവിടെ രൂപതയിൽ അവിടെ നടത്തുള്ളൂ. ആണോ? ഇവിടെ നമ്മള് കുർബാന വെച്ചു, കുർബാന അവിടെ നടത്തല്ലേ? വേറെ അച്ഛന്മാരെ കൂടുതലുണ്ടായിരുന്നു? 3 പേരുണ്ടായിരുന്നു. 3 4 പേരുണ്ടായിരുന്നു. അവരുടെ ബിഷപ്പ് ആരാ അവിടുത്തെ? അവിടുത്തെ ബിഷപ്പ് നേരത്തെ ഉണ്ടായിരുന്ന ബിഷപ്പ് ഇപ്പം തമിഴ്നാട്ടിലോട്ട് പോയി, പോണ്ടിച്ചേരിയിലെ ബിഷപ്പായി. കലിസ്റ്റ് വീട്ടിൽ വന്നിട്ടുണ്ട് പുള്ളി. ഇപ്പോഴത്തെ ബിഷപ്പ് ആരാ? ഇപ്പോഴത്തെ എനിക്ക് അറിയത്തില്ല. ഇപ്പോഴത്തെ മലയാളിയല്ല, തമിഴാണോ ഇപ്പോഴത്തെ? നേരത്തെ ബിഷപ്പ് മാറിയല്ലേ? പുള്ളി ആർച്ച് ബിഷപ്പ് എന്തോ ആയിട്ട് പോയത്. പുള്ളി ഒരു നല്ല ബിഷപ്പായിരുന്നു. അതും തമിഴായിരുന്നു. ആ കന്യാകുമാരിക്കാരൻ. കാപ്പി കുടിക്കുക വേണോ? ചായ വേണോ? ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല അല്ലേ? പനിയുടെ ഭയങ്കര ക്ഷീണമുള്ള പനിയാ വന്നു കഴിഞ്ഞാൽ. സന്ധിവാദം പോലെയാണ്. എനക്കിനും കാലിന്റെ വിരലിനും ഇടയ്ക്കും എല്ലാം വേദന. എല്ലാരും വന്നവരൊക്കെ പറയുന്നുണ്ട് ഒരു വല്ലാത്ത പനിയാന്ന്. നമുക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ബോധമൊന്നുമില്ല, അങ്ങ് കിടന്ന് കിട്ടി. എനിക്കും അത് തന്നെയായിരുന്നു. എത്ര ദിവസം കിടന്നു? ഞാനൊരു ഒരാഴ്ച, ഒന്നല്ല 2 ആഴ്ചയോളം എടുത്തു. എനിക്ക് മിനിഞ്ഞാന്നാണ് ഇച്ചിരി ഒന്ന് സെറ്റാകാൻ തുടങ്ങിയത്. ആശുപത്രി പോയോ? ഇല്ല, ആശുപത്രി അല്ല. ഇതിന് പ്രത്യേകിച്ച് നമ്മള് വലിയ മരുന്നൊന്നുമില്ല. ഈ പാരസെറ്റാമോൾ ഇതൊക്കെ ഉള്ളൂ. പിന്നെ ക്ഷീണം എന്നാന്നേരം ഇതിന്റെ ക്ഷീണം പെട്ടെന്ന് പോയില്ല. പാരസെറ്റമോൾ കഴിച്ചോ? എത്ര കഴിച്ചു? ഞാൻ 2-3 ദിവസമേ കഴിച്ചുള്ളൂ. പനി അധികം കാണിയില്ല, ഇതിന്റെ ക്ഷീണം മാറിയില്ല. അതുകൊണ്ടാണ് നമുക്ക് അമ്മയുടെ വന്നിട്ട് മനസ്സിലാകാതിരുന്നേ. ചൂടില്ല, ശരീരവേദന, ഈ മയക്കം, ഭക്ഷണം വേണ്ട, തളർച്ച, ഇതൊക്കെയാണ് പ്രശ്നങ്ങള്. ക്ഷീണമാണ് മുഖ്യം. അതുപോലുള്ള ആ കുരിശില്ലേ, അത് ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോഴത്തേന് എനിക്ക് വേണമെന്നോ, ഞാൻ നല്ല കുരിശാണെന്നും പറയും. അപ്പൊ അമ്മ എടുക്കാനായിട്ട് വീട്ടിനകത്ത് കയറി. എനിക്കറിയത്തില്ല, ഞാനവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. കുറെ കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ വീട്ടിൽ പോയി. അന്നേരം അമ്മ പുറകെ അവിടെ വന്നു. സാധാരണ ഒരിടത്തും പുറത്തിറങ്ങി ഒരു വീട്ടിൽ അങ്ങനെ പോകുന്ന ആളല്ലല്ലോ അമ്മ. അതുകൊണ്ട് എനിക്ക് പോകണ്ട. ഞാൻ പിന്നെ അവിടെയുള്ള മലയാളികൾക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. കുറെ പിള്ളേർ വന്നപ്പോഴേ അവര് ഇവിടെ ഏജന്റുമാരിങ്ങനെ ഓരോ നുണ പറഞ്ഞു കൂടിയായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, താമസമൊക്കെ ഉണ്ടാവുമെന്ന് പറയും. അവിടെ ചെന്ന് കഴിഞ്ഞ് താമസവരും കിട്ടിയില്ല. ഉടനെ അവർ ഒരുത്തണം 1-2 വർഷം വരെ ബഹം വെച്ചിട്ട് മീഡിയ ഇങ്ങനെ നോക്കിയിരിക്കും എന്തെങ്കിലും പറയാനായിട്ടേ. അപ്പൊ ഇവർ ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പൊ 3 മാസമായി ഞങ്ങൾക്ക് കിടക്കാൻ സ്ഥലമില്ല, ഞങ്ങളെ എന്തിനാ പിന്നെ കിടക്കാൻ സൗകര്യം. കാരണം ഇഷ്ടം പോലെ ആൾ ഈ യൂണിവേഴ്സിറ്റി തുറക്കുന്ന സമയമാണല്ലോ, ഫെബ്രുവരിയിലല്ല, ഫെബ്രുവരി എല്ലാവരും വരുന്നത്. എല്ലാവരും ഒറ്റയടിക്ക് വരുമ്പോഴത്തേന് കിട്ടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം പതുക്കെ വരികയാണെങ്കിൽ അതുകൊണ്ട് എന്തിനാ അവർ ചോദിച്ചു, എന്തിനാ ഇതില്ലെങ്കിൽ പിന്നെ എന്തിനാ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ആഹാ, അപ്പം നിങ്ങളേക്ക് കൊണ്ടുവന്നും പോരാ, നിങ്ങൾ ഇങ്ങോട്ടൊന്നും പറഞ്ഞോളൂ. അതുകൊണ്ട് പതുക്കെ അങ്ങനെയുള്ള. അപ്പം നമ്മൾ ചെല്ലുമ്പോഴത്തേന് വീട് മേടിക്കുകയാണ്, പെട്ടെന്ന് വേഗം വീട് മേടിക്കും. അപ്പം നിങ്ങൾ അവിടെ നിന്ന് ഇഷ്ടം പോലെ പൈസ കൊണ്ടുവന്നിട്ട് ഇവിടെ വീട് മേടിച്ച് ഞങ്ങൾക്ക് വീടില്ല, ഞങ്ങൾക്ക് വാടകയൊക്കെ കൂടുകയാണ്, ഭക്ഷണങ്ങൾ ഞങ്ങളുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസും കുറവാണ് എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഈ ഗവൺമെൻറ് അങ്ങനെ ഒരു പോളിസി എടുത്തിട്ടുണ്ട്. അടച്ചെന്ന് വീസ കൊടുക്കുന്നില്ലെന്നൊക്കെ പറയുന്നത് അതൊക്കെ വെറുതെയാണ് എന്ന് പറഞ്ഞാൽ ഉണ്ട്. ഇപ്പം തക്കാലത്തേക്ക് എടുക്കുന്നത്. ഇനി അടുത്ത സെമസ്റ്റർ വരും നമ്മൾ കണ്ടത്തിലൊക്കെ വെള്ളം ഒന്ന് തുറക്കുന്നുണ്ട്. വെള്ളം മഴ പെയ്യുമ്പോഴത്തേനും വെള്ളം ഇഷ്ടം പോലെ ആകുമ്പോഴത്തേനും തുറന്നു വിടും. അത് കഴിഞ്ഞ് ഇച്ചിരി കഴിയുമ്പോൾ നമുക്ക് ആ വെള്ളം അടയ്ക്കും, പിന്നെ അതൊക്കെ തുറക്കും. ചുമ്മാ അങ്ങനെ അതൊന്നുള്ള വലിയ കാര്യമൊന്നുമല്ല. അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പക്ഷെ അവര് ഒരുമിച്ചെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പോപ്പുലേഷൻ കൂടി കുറേശ്ശെ അതാണ് അവരുടെ പോളിസി. ഓരോ ഏരിയ ഡെവലപ്പ് ചെയ്യുമല്ലോ. അതെ, ഓരോ ഇപ്പൊ ഇഷ്ടംപോലെ കാട് കിടക്കും. നിങ്ങളവിടെ വലിയ സിറ്റി അവിടെ ചെയ്തോണ്ടിരിക്കുന്ന ചുമ്മാ കാട് പോലെ കിടക്കും.
അത് കുറച്ച് ഒരു 5-10 വർഷം കഴിയുമ്പോൾ വലിയ സിറ്റി അത് വലിയൊരു സിറ്റി പെട്ടെന്ന് നമ്മൾ നിശ്ചയിക്കാതെ അവിടെ അന്നേരം പ്ലാന്റാണ് വരുന്നതിന് മുമ്പ് ഒരു പള്ളി കാണും, ഒരു റിക്രിയേഷൻ കാണും, ഒരു ഷോപ്പിംഗ് മോൾ കാണും, സ്കൂൾ കാണും, ഒരു നഴ്സിംഗ് ഹോം കാണും. ഇതെല്ലാം കൂടി ഒരുമിച്ചുള്ള പിന്നെ വാട്ടർ ഫെസിലിറ്റീസും. അപ്പം കൺസ്ട്രക്ഷനൊക്കെ വീട് നിർമ്മാണത്തിനൊക്കെ ചിലവ് കുറവാണ്. കാരണം ഒരു 10-200 വീട് ഇവിടെ വെക്കുമ്പോഴത്തേന് പൈപ്പ് കണക്ഷനും കുഴിക്കാനും പിടിക്കാനും ഒക്കെ ആയിട്ട് ചിലവ് കുറവല്ലേ. നമുക്ക് കൂടുതൽ ചിലവ് വരുന്നതിൻ്റെ കാരണം നമ്മളെല്ലാം ഇൻഡിപെൻഡൻ്റാണ്. എൻ്റെ വീട്ടിലേക്കാണ് നേരിട്ട് ഇലക്ട്രിസിറ്റി വരുന്നത്, എൻ്റെ വീട്ടിലേക്ക് പൈപ്പ് വെള്ളം വീഴുന്നത്. അപ്പം ഇത് എല്ലാവരുടെയും ഷെയറിങ് ആയതുകൊണ്ട് ചിലവ് കുറവാണ്. പക്ഷെ എന്നാലും ചിലവ് കുറക്കാനായിട്ട് ഗവൺമെൻറ് നോക്കുന്നത്. പക്ഷെ ഇവർ ആ ഡെവലപ്പേഴ്സ് കോൺട്രാക്ടേഴ്സ് അതിനുള്ള പൈസ മുഴുവൻ അടിച്ചു മാറ്റല്ലേ. വിലയൊന്നും കുറയൊന്നുമില്ല. വില കുറയ്ക്കാനാണ് ഗവൺമെന്റ് നോക്കുന്നെങ്കിലും ഉമ്മയ്ക്ക് വേണ്ടി ഒന്നിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ചെടുത്തി നമുക്ക് ഇച്ചിരി പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താന്റെ മലാഹ പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു നന്മ നിറഞ്ഞു മറിയുന്നു നിനക്ക് സൃഷ്ടി. കർത്താവ് അങ്ങയുടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണെന്ന് അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് കർത്താന്റെ ദാസിന്റെ വചനം പോലെ എന്നിലാട്ടെ. നന്മ നിറഞ്ഞു മറിയമേ നിനക്ക് സൃഷ്ടി. കർത്താവ് അങ്ങയുടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണെന്ന് അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സൃഷ്ടി. കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സർവേശ്വര മലാഖയുടെ സന്ദേശസ്ഥലം അങ്ങയുടെ പുത്രനായ ഈശോയുടെ മനുഷ്യരെ വാർത്ത അറിഞ്ഞിരിക്കും. ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശുമരണ മുഖേന വിയർപ്പിന്റെ മഹിമയെ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ വഴി അങ്ങയുടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് വരണമേ. ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനം ഉൾപ്പെടുത്തരുതേ. ഇഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നല്ലവനായ ദൈവമേ, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഈ അമ്മച്ചിയെ നോക്കുവാനും അമ്മച്ചിയുടെ പ്രത്യേകിച്ച് വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളെല്ലാം നേരിടുവാനും ഈ ജോമോനെയും ജോമോളെയും അനുഗ്രഹിക്കണമേ. ഇങ്ങനെയുള്ളവർക്കാണല്ലോ സ്വർഗരാജ്യം എന്ന് അവകാശപ്പെട്ട കർത്താവേ. ഞങ്ങളുടെ അമ്മച്ചിയെ സന്തോഷമായി നോക്കുവാനും അമ്മച്ചിയെ എല്ലാവിധ സൗകര്യത്തിനും വൃത്തിയും മെനയുമായിട്ട് സൂക്ഷിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കളെയും 2 പേരെയും കർത്താവെ അനുഗ്രഹിക്കണമേ. ഓസ്ട്രേലിയയിലും മറ്റു സ്ഥലത്തുമുള്ള സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ഞാറുകുളത്തെ ഫാമിലി എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ കേട്ടോ. ഉമ്മ എന്നാ ഞാൻ പൊക്കോട്ടെ. ക്ഷീണ കിടക്കണമല്ലേ? ഞാൻ പൊക്കോട്ടെ. അടുത്ത പ്രാവശ്യം വരുമ്പം കാണാവേ. ഒന്നും ഉത്സാഹമില്ല. ഇവിടെ
രോമം കാരണം ഞാനിപ്പോ ഫേമസ് ആയി. എന്നിട്ട് അവരെനിക്ക് ഫോർവേഡ് ചെയ്ത് തരും, ഓരോരുത്തരെ കാണുന്നവരെ. ഇത് ഞാൻ അമ്മ വീട്ടിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം അമ്മയൊക്കെ അവർക്ക് കുടുംബയോഗം ഉണ്ടായിരുന്നു, എന്റെ അമ്മയ്ക്ക്. അവിടെ ബിഷപ്പ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, കുറെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ബിഷപ്പൊക്കെ കൂടെ അമ്മേനെ കണ്ടു, ഇത് ജോമോടെ അമ്മയല്ലേ എന്ന് പറഞ്ഞു. അവരൊക്കെ കാണുന്നതാ. ഒത്തിരി പേര് സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ ഒത്തിരി പേര് കാണുന്നുണ്ട്. അപ്പൊ എന്റെ ആങ്ങളെ പറയാം, അച്ഛനാങ്ങളെ പറയാ, അമ്മ ഇപ്പൊ ഫേമസ് ആയിരുന്നു. ഇത് നീ പറയുന്നത് അവിടെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നില്ല. ഞാനിപ്പോഴും ലൈക്ക് എടുക്കുന്നുണ്ട്, പിന്നെ അടുത്തത് ചെയ്യാൻ അറിയത്തില്ല. അടുത്ത എന്നാ പറയുന്നത്? ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് തന്നെ അവിടെ തന്നെ ഹൈപ്പ് എന്നല്ല പറയുന്നത്. ലൈക്ക് ചെയ്യുക, പിന്നെ അടുത്തത് ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഹൈപ്പ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ലൈക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒരു സ്വിച്ച് അവിടെ ഉണ്ട്, അത് ഞെക്കിയാൽ മതി. അത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം? അത് വെച്ച് നമുക്ക് റീച്ച് കൂടുതൽ, ഇത് യൂട്യൂബിൽ നിന്ന് റീച്ച് കൂടുതൽ വരും. റീച്ച് എന്ന് പറഞ്ഞാൽ അവര് റീച്ച് ഉണ്ട്, പക്ഷെ അതിലും കൂടുതൽ ഇപ്പൊ അവര് ഗ്രേഡ് കൊടുക്കുന്നതിനാ, മറ്റേ ഹൈപ്പിനാ. ഹൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പൊ അവര് പുതിയൊരു പോസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പൊ കൂടുതൽ ആൾക്കാർ ഹൈപ്പ് ചെയ്യും. അത് അവര് മറ്റേ ഈ നമ്മള് മാർക്ക് ഇടുന്ന പോലെ ഒരു സംഭവം പോയിന്റ് ആയിരുന്നു. ലൈക്കിനെ പോലെ തന്നെ ഒരു സ്വിച്ച് ഉണ്ട് അവിടെ തന്നെ. സ്വിച്ച് ഉണ്ട്. ആദ്യം സ്വിച്ചിലായിരുന്നു, ആദ്യം കമന്റ് ബോക്സിനകത്തായിരുന്നു. അതവർ മാറ്റി ഇപ്പം മുകളിലോട്ടാക്കി. കമന്റ് ബോക്സ് ഇല്ല. കമന്റ് ബോക്സ് ഉണ്ട്, കമന്റ് ബോക്സിന്റെ അകത്തായിരുന്നു നേരത്തെ. അത് മാറ്റി ഇപ്പൊ ഈ ലൈക്ക് അടിക്കുന്ന കൂടെ തന്നെ അത് ആക്കിയിട്ടുണ്ട് ഇപ്പൊ. പക്ഷേ എല്ലാവർക്കും കിട്ടുന്നുണ്ടോന്ന് അറിയത്തില്ല. ലൈക്കും ഹൈപ്പും പിന്നെ ഹൈപ്പ് പിന്നെ ഷെയർ ചെയ്യുന്നത്. അത് മെയിനായിട്ട് ചെയ്യേണ്ടത് ഈ ലൈക്ക് ഹൈപ്പുമാണ്. അതിനനുസരിച്ച് ഈ ഹൈപ്പിനാണ് പോയിന്റ് അവരിടുന്നത്. അപ്പോൾ പോയിന്റ് അനുസരിച്ച് അവർ റീച്ച് നമ്മൾ ഹൈപ്പിനാണ് അവർ ഇമ്പോർട്ടൻറ്റ്. അതൊരു അതിന് തൊട്ടൊരു സ്റ്റാറിന്റെ പടമൊക്കെ ആയിട്ട് സാധനമുണ്ട്. അത് നമ്മൾ സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്ന പോലെ അവർ ഇത് ചെയ്യുന്നതാണ്. അപ്പൊ അതൊരു പോയിന്റുകളായിരുന്നു. അത് അവരെങ്ങനെ കണക്കൂട്ടുന്നത് നമുക്കറിയത്തില്ല. സ്റ്റാർ പോലെ ഒരു എംബ്ലമോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇടുന്നതിനകത്ത് നോക്കിയാൽ മതി. അത് കൃത്യം അത് റൗണ്ടിനകത്ത് കാണിക്കുന്നതിനകത്തുണ്ട്. എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന് അറിയത്തില്ല. അത് നേരത്തെ അത് കമന്റ് ബോക്സിനകത്തായിരുന്നു. അപ്പോൾ കമന്റ് ബോക്സ് നമ്മളിങ്ങോട്ട് ഇടത്തോട്ട് തള്ളി മാറ്റിയിട്ട് അപ്പം വരുമായിരുന്നു. ഇപ്പം അത് മാറ്റി ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇപ്പം ലൈനിൽ തന്നെ വരും. ഞാൻ തിങ്കളാഴ്ച അച്ഛനിപ്പോ അവധിക്ക് വന്ന കുടുംബയോഗം ഉണ്ടായിരുന്നു. പട്ടം ഉണ്ടായിരുന്നേ. കാസർഗോഡല്ലേ? അല്ല, ഇവിടെ തലശ്ശേരി രൂപതയ്ക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ പണ്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നവര് നിങ്ങൾ അവരുടെ നിന്ന് മേടിച്ചത്. അവര് മലബാർ പാലാവയ ചെറുപുഴ കണ്ണൂര് ഇവര് വീട് വിറ്റ് അങ്ങോട്ട് പോയി. ആ ചേട്ടൻ്റെ മകൻ്റെ മകന ഇപ്പം പട്ടം കിട്ടിയത്. അപ്പം അതൊരു കാരണം. രണ്ടാമത്തെ കാരണം അതിന് തൊട്ടടുത്താണ്. 20 മിനിറ്റേ ഉള്ളൂ, 20-30 മിനിറ്റേ ഉള്ളൂ. എൻ്റെ പെങ്ങൾക്ക് 94 വയസ്സായ പ്രായം. ഞാൻ തീരെ ഇത്രയ്ക്ക് വായിക്ക് കുഴപ്പമൊന്നുമില്ല. പ്രാർത്ഥനയാണ് 24 മണിക്കൂർ. വരുന്നവരൊക്കെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരച്ഛൻ, ഞാൻ സഹായിച്ചുകൊണ്ടിരുന്ന ഒരച്ഛൻ പട്ടം വീഴപ്പോൾ എന്നെ വിളിച്ചേ. അച്ഛൻ അവിടുത്തുകാരനാണ്, ആ ഇടവക്കാരനാണ്. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു എൻ്റെ പെങ്ങളെ പെങ്ങളെ കാണാൻ. എന്നിട്ട് ഞാൻ അച്ഛനോട് പിന്നെ ചോദിച്ചു. അച്ഛൻ പറഞ്ഞു പോയെന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇട്ടു. ഉടനെ ഞാൻ പറഞ്ഞു അച്ഛനാകുമ്പോഴല്ലേ, ഡീക്കനാണല്ലോ, അച്ഛനൊരു ആശ്വാദം കൊടുത്തോ പെങ്ങൾക്കൊന്ന് ചോദിച്ചു. അന്ന് പറയും പെങ്ങൾ എന്നെ ആശ്വസിച്ചു. അല്ല ആശീർവദിച്ചോ? ഉപദേശിക്കാൻ ഇത് അമ്മ ഇവിടെ എൻ്റെ പെങ്ങൾ അച്ഛന് എനിക്ക് ഇപ്രാവശ്യം ചെന്നപ്പോഴാ. അതിനുമ്പോ പണ്ടത് ഞാൻ എന്നെ ഇന്ന് ചോദിച്ചു ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ ആശീർവദിച്ചു. വെളിച്ചം മരിച്ചപ്പോ അവിടെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് പിന്നെ അവിടെ ഞാൻ പോകാൻ വേറെ കാരണം ഇത് പെങ്ങളെ പിന്നെ അതിനടുത്ത വലിയ ദൂരമില്ല, 1 മണിക്കൂറോളം
അവരെ ആലോചിച്ചിന് അടക്കിയിരിക്കുന്നത്. നമ്മളെ ഇവിടെ അവന് കണ്ണൂരാണ്. അപ്പം ഇത് ഞാനൊരു ചാൻസ് ആയിട്ട് എടുത്തത്. ആലോചിച്ചും പറഞ്ഞായിരുന്നു, മരിച്ചു കഴിഞ്ഞാൽ ഇത്ര അവരെ കൊണ്ട് അടക്കല്ലേ, ആരും വരാനും ഇല്ല, ആരാ വരാനിരിക്കുന്നത്, ഇത്ര അകലൊക്കെ ആയതുകൊണ്ട് വരികയെന്നൊക്കെ അച്ഛൻ പറഞ്ഞായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം കൂടെ ബസ്സിന് പോയി അച്ഛൻ്റെ അടുത്ത് പോയി ഒരു കുർബാന എഴുതി തിരിച്ചു പോകും. അത് അച്ഛന്മാരെയൊക്കെ അടക്കാനുള്ള സ്ഥലമാണ്. പള്ളിക്കകത്ത് ഇപ്പൊ അടക്കലില്ലേ? ഇല്ലില്ല. ഇത് അത് നിർത്തി, അത് പണ്ടേ നിർത്തി. ഈ പള്ളിക്കകത്ത് നടക്കി കഴിഞ്ഞാലേ കുറെ കഴിയുമ്പോഴത്തേന് പൊള്ളി പൊളിച്ച് പിന്നെ അത് സൂക്ഷിക്കാണ്ട് പ്രത്യേക അനുവാദം ഇടവക്കാരുടെ അല്ല, അച്ഛൻ്റെ വീട്ടുകാരോട് ചോദിക്കണം. അത് പിന്നെ ഒരു ഹെറിറ്റേജ് ലിസ്റ്റൊക്കെ ആണെങ്കിൽ ഗവൺമെന്റ് ചിലപ്പോൾ നൂലാമാലകൾ കൂടുതലും. പക്ഷെ ഇപ്പൊ അച്ഛൻ്റെ ഒന്നും ഇല്ലല്ലോ. സിമിത്തേരിലോട്ട് മാറ്റി. അച്ഛനെ മാതോടച്ഛനെ അങ്ങോട്ട് മാറ്റിയോ? സിമിത്തേരിലേക്ക് മാറ്റി. സിമിത്തേരിൽ എവിടെയായിട്ടാ? സിമിത്തേരിൽ നമ്മൾ ആ കയറി ചെല്ലുന്നിടത്താട്ടാ, വഴിയിൽ കയറി ചെല്ലുമ്പോഴത്തേനും ലെഫ്റ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡ്. എൻ്റെ പഠന സമയത്ത് അച്ഛനായിരുന്നു. അച്ഛൻ കാര്യമൊന്നും അല്ലായിരുന്നു. അച്ഛൻ വീട്ടിൽ റിട്ടയർഡായിട്ടിരിക്കുകയായിരുന്നു. പുള്ളികളുടെ ഭക്തിയൊക്കെ ഉണ്ട്, ഭയങ്കര ഭക്തിയല്ല. എന്റെ അച്ഛനാങ്ങളെ മാമുദീസ മുക്കിയതാന്ന് പറഞ്ഞു കേട്ടില്ല. അപ്പൊ ഇവിടെ അച്ഛൻ്റെ ഇവിടെ കണ്ട ഒരു താടയ്ക്ക് ഒരു മുഴ പോലെ ഇല്ല, അത് ഇങ്ങനെ രോജ കയറി പിടിച്ചിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞു. ഇതിങ്ങനെ തെറിച്ച് നിൽക്കുമായിരുന്നല്ലോ. പിള്ളേരോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഇപ്പൊ ഞങ്ങള് പൈസ പോക്കറ്റിൽ നിന്ന് പൈസ 5 പൈസ പൈസ മുട്ടായില്ല, 5 പൈസ 10 പൈസ 20 പൈസ അങ്ങനെ പൈസകളാണ്. 1 പൈസ 2 പൈസ. അപ്പൊ ഞങ്ങള് പറയാ പോവും. അന്നത്തെ കാലത്ത് അച്ഛന്മാർക്ക് തീരെ പൈസ ഇല്ലല്ലോ. അച്ഛന്മാർ ഇങ്ങനെ തീരെ ഈ ആൾക്കാർ കൊടുക്കുന്ന എന്തെങ്കിലും ഈ തേങ്ങായും അത് ഇട്ടുകൊണ്ടല്ലേ ജീവിച്ചുകൊണ്ടിരുന്നത്. അന്ന് തീരെ അച്ഛന്മാർക്ക് പാവങ്ങള് പൈസ ഇല്ല. അച്ഛൻ പള്ളി കുർബാന കഴിഞ്ഞ് പോകുമ്പോൾ അന്ന് ഞങ്ങൾ താഴെ താമസിക്കുമ്പോഴാണ് ഞങ്ങൾ അച്ഛൻ്റെ പുറകെ കൂടും. അപ്പൊ 5 പൈസ കിട്ടിയാൽ 5 പൈസക്ക് മിഠായി മേടിക്കാലോ. അവസാനം തീരുമ്പോ അച്ഛൻ പറയും പറയുന്ന ആൾക്കാർക്ക് പറയുന്ന കേട്ടിട്ടുണ്ട്. ശരി അച്ഛൻ, ഓക്കെ ശരിയാ. എപ്പോഴാ പോകുന്നത്? ഞാൻ 10 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. ഇത് വല്ല അത്യാവശ്യം വല്ല സാധനം എടുക്കാൻ പോകാനും പിടിക്കാനൊക്കെ ആയിട്ടുള്ള അതിന് വലിയ വണ്ടിയുടെ ആവശ്യമില്ല. വലിയ വണ്ടിയുടെ ആവശ്യം കുരുമുളക്, കാപ്പിക്കുരു, കുരുമുളക് പറിക്കാൻ തുടങ്ങിയില്ല. കുരുമുളക് നമുക്കിപ്പോ കുറവാ, തീത്തോണ്ട് ഭയങ്കര കുറവാ, തീരെ കുറവാ. ഏലകൃഷിയാ. ഏലത്തിന് കേടുണ്ട്. ഇല്ല, ഇവിടെ പിടിക്കുകയല്ലോ. ഇവിടെ തണുപ്പില്ലല്ലോ. കാപ്പി നമുക്ക് ഇത്രയേ ഉള്ളൂ. അല്ല, കുറേ ഉണ്ട്. അവർ പറിച്ചു വെച്ചിരിക്കുന്നത് ചാക്കിനകത്ത് ഇരിപ്പുണ്ട്. കുറച്ചുകൂടെ പറിക്കാനുണ്ട്, പാടാ പറിക്കാനേ. ഇവിടെ മോളി അവിടെ പറിക്കാൻ കിടപ്പുണ്ട്. അല്ലല്ല, കുരുമുളക് ഭയങ്കര പാടാണ്. ഇപ്പം ഇതിലൊന്നും എന്തോരം ഉണ്ടായിരുന്നു, ഒത്തിരി ഉണ്ടാകുന്നു. ഇത്തവണ ഇലയെല്ലാം ഒന്നും ഉണ്ടായിട്ടില്ല. ഇത്തവണ എല്ലായിടത്തും കുരുമുളക് കുറവാണ്. ഇത്തവണ നമ്മുടെ ഇവിടെ കാലാവസ്ഥ എന്തിനാണെന്ന് അറിയത്തില്ല. അതല്ലേ ഉള്ളത്. ഇത് മെനക്കെടുന്ന കൂലി കിട്ടാനില്ലെന്നേ. ഇല്ല, ഞാൻ തന്നെയാണ് പറിക്കുന്നത്. മെനക്കെടുന്നതിനുള്ള കൂലിയൊന്നും കിട്ടാനില്ല. ഇനിയിപ്പോൾ കളയാൻ പറ്റൂ. ശരി, ഓക്കെ. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.